അമേരിക്ക തന്നെ നേരത്തെ സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു വെടിനിർത്തൽ കരാർ നിർദ്ദേശം അത് ഹമാസ് അംഗീകരിച്ചുവെങ്കിൽ പോലും അതിനെ ഇസ്രായേലിനോടും അംഗീകരിക്കാൻ നിർദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ലോകരാജ്യങ്ങൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ നടത്തുന്നതിനപ്പുറത്ത് അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദ നടപടികളിലേക്ക് അവരും പിന്നെ മുന്നിട്ടിറങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ബോംബിംഗിലെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ മരിക്കുന്നുണ്ടെന്ന് എന്ന കണക്കിനേക്കാൾ പട്ടിണി മൂലം പോഷകാഹാരക്കുറവ് മൂലം ആളുകൾ മരിക്കുന്നു, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് 300ലേക്ക് കണക്കുകൾ എത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഗസ സിറ്റിയിൽ തന്നെ ഇവർ തുടരുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടിണി കൊണ്ട് മാത്രം അവിടെ വിടേണ്ട സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്കൊക്കെ കടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് നിലവിലെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇതിന് സമൂലമായിട്ടുള്ളൊരു മാറ്റം വരണമെങ്കിൽ ഈ പട്ടിണി എന്നത് ഇപ്പൊ UN പോലും ഔദ്യോഗികമായിട്ട് കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗസ അമർന്നു കഴിഞ്ഞിരിക്കുന്നത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരണം വരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ എന്ന അർത്ഥത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള UN ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. അതിനുശേഷം UN നേതൃത്വം പലതവണ യോഗം ചേർന്നുകൊണ്ട് ഇസ്രായേലിനോട് അടിയന്തരമായിട്ടുള്ള സഹായം ഗസയിൽ എത്തിക്കാൻ, അതല്ലാത്ത സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങളിലേക്ക്, വലിയ തോതിലുള്ള അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ ആ നിലക്കുള്ള ഒരു നടപടികൾ, കാരണം ഗസയുടെ ആ അതിർത്തിക്ക് പുറത്തായിട്ട് റഫ അതിർത്തിക്ക് പുറമെ ആയിരക്കണക്കിന് ട്രക്കുകളാണ് ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും മെഡിക്കൽ ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളുമായിട്ട് ഇപ്പോൾ പോലും കാത്തുകെട്ടിക്കിടക്കുന്നു. പക്ഷെ അവയ്ക്ക് ഗസയിലേക്ക് കടന്നു വരാനുള്ള ഒരു അനുമതി ഇസ്രായേൽ നൽകേണ്ടതുണ്ട്. അത് ഇതുവരെ നൽകിയിട്ടില്ല. ദിനം പ്രതി 20ഓ 25ഓ ട്രക്കുകൾ, അത് തന്നെ വളരെ പരിമിതമായ വിഭവങ്ങളോടുകൂടി മാത്രം കടത്തിവിടുന്നു. വടക്കൻ ഗസയിലും പിന്നെ ഗസ സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പൂർണ്ണമായും ഈ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള വിമുഖതയിൽ തന്നെയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെറും 4 ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ മാത്രമാണ് ഈ തെക്കൻ ഗസ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ആളുകളെയൊക്കെയും 10 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഇപ്പോൾ അധിവസിക്കുന്നത് ഗസ സിറ്റിയിലാണ്. അവിടെ നിന്ന് ഈ ആളുകളെ പൂർണ്ണമായിട്ടും തെക്കൻ ഗസയിലേക്ക് കൊണ്ടുവരികയും അവിടെ മാത്രം കുറച്ച് താൽക്കാലിക ടെന്റുകളും മറ്റും കൈമാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഈ ആളുകളെ എത്തിക്കുകയും ഒടുവിൽ ഏതെങ്കിലും അന്തർദേശീയ ഇടപെടലിനെ തുടർന്നോ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഈ ഫലസ്തീനികളെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടേക്ക് ഇവരെ പുറന്തള്ളുക എന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേൽ നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗസ ഏറ്റെടുക്കൽ പദ്ധതി എന്ന പേരിട്ട് വിളിക്കുന്ന ആ പദ്ധതിയോട് പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ആ പദ്ധതി മുന്നോട്ട് വെച്ചത്. സൈനിക നേതൃത്വം ഇതിനെ ഇപ്പോൾ പോലും എതിർക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലാണ് ഈ ബന്ധുക്കളുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ജീവൻ കിട്ടണമെങ്കിൽ ഒരു കരാറിലേക്ക് തന്നെ വരണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ഇന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത്തരമൊരു ചർച്ചയ്ക്കുള്ളൊരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉടമ്പടിയുടെയും ഉപാധികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കുക, അതല്ലാത്തൊരു വെടിനിർത്തലിന് തങ്ങൾ ഇല്ല എന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വാഭാവികമായിട്ട് ഇസ്രായേലിനുള്ളിലും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ആ വെടിനിർത്തൽ വന്നിട്ടില്ല എങ്കിൽ ഈ പട്ടിണി കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുകയും ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന്. പക്ഷേ അമേരിക്ക ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിന് അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം ഇനിയും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ട്രംപ്. ഇപ്പം നമുക്കറിയാം നേരത്തെ നടന്നിരുന്ന റഷ്യൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ചർച്ചയുടെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു നിലപാട് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇല്ലാത്തത്? ട്രംപ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? തുടക്കത്തിലെ ഇപ്പം 2 വർഷമാകാൻ പോകുന്നു കാര്യങ്ങൾ തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഇല്ലെങ്കിൽ 2-3 മാസം മുൻപുണ്ടായിരുന്ന ചർച്ചകൾ പോലും ഇപ്പോൾ നടക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിൽ ഇസ്രായേലിന്റെ ഒരു പദ്ധതി മാത്രമായിരിക്കില്ല ഈ ഗസ ഏറ്റെടുക്കൽ പദ്ധതി. ഒരുപക്ഷെ അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആ ഒരു പദ്ധതിക്ക് ലഭിച്ചിരിക്കണം. കാരണം നേരത്തെ 2 തവണയാണ് വൈറ്റ് ഹൗസിൽ നിരന്തരമായിട്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടത്തിയത്. അതിനു മുമ്പ് നെതന്യാഹുവിനോട് ചില വിയോജിപ്പുകളൊക്കെ ട്രംപ് പ്രകടിപ്പിച്ചതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാകണം. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ മേഖലയിലേക്ക് പറഞ്ഞയച്ചു. ഇസ്രായേലിൽ അദ്ദേഹം
സന്ദർശനം നടത്തി ഹമാസുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു കരാറിൽ എത്തിച്ചേരണം. ആ കരാറായിരിക്കും ഏറ്റവും അഭികാമ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അത്തരമൊരു കരാർ അനിവാര്യമാണ് എന്നൊക്കെ തുടക്കത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തികച്ചും ഏകപക്ഷീയമായി തന്നെ ഇസ്രായേൽ അനുകൂലമല്ലാത്ത ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ മറ്റ് താല്പര്യങ്ങൾക്കപ്പുറം ഇസ്രായേൽ എന്ത് തീരുമാനിക്കുന്നു അതുമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ പദ്ധതി നെതന്യാഹുവിന്റെ മാത്രമല്ല അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് അത് പ്രയോഗവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ 4ൽ നിന്ന് 20 വർദ്ധിപ്പിക്കുമെന്നൊക്കെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ആ 4 കൂടുതൽ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ നടത്താനോ ഈ ഭക്ഷണം തേടി വരുന്ന മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഒഴിവാക്കാനോ ഒന്നും ഒരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രം 20 പേരാണ് ഭക്ഷണം തേടി വന്ന പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നും പുറത്തു വരുന്നു. അപ്പോൾ തികച്ചും ഈ ഗസ സിറ്റിയിൽ നിന്ന് ഈ പൂർണ്ണമായിട്ട് ഈ മനുഷ്യരെ തെക്കൻ ഗസയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് അവരെ പുറന്തള്ളാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സൈനിക പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ട്രംപിനെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരണമെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെ ആ അർത്ഥത്തിൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും സാധിക്കണം. പക്ഷേ അതുണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ പോലും വളരെ വിരളമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നടപടി എടുക്കേണ്ടവർ പോലും ഇല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തേണ്ടവർ പോലും പരാജയപ്പെടുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്താരാഷ്ട്ര നിയമപ്രകാരമൊക്കെ ആണെങ്കിൽ പോലും ഇവർക്കുള്ള കുടിവെള്ളം ഭക്ഷണം എന്നതിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇസ്രായേലിന് ഉൾപ്പെടെ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഈ ആശുപത്രി ഉൾപ്പെടെ വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഗസയിലെ അവസാന ആശുപത്രിയും ഇല്ലാതാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഉള്ള മെഡിക്കൽ സൗകര്യം, ഭക്ഷണം, ഇതിലൊക്കെ എത്രത്തോളം ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്? ഏതെങ്കിലും ഇടപെടലിന് ഇനി സാധ്യത കാണുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിരുന്നു. തുടക്കം മുതൽ തന്നെ സാധാരണ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നിരന്തരമായിട്ട് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകൾക്കു നേരെയും ആക്രമണം നടത്തുക, അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കുക. അതുകൊണ്ട് അൽനാസർ ഉൾപ്പെടെയുള്ള അൽഷിഫ ആശുപത്രികൾക്കെതിരെയൊക്കെ നടന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനകം തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർമാർ, ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഈ കായിക താരങ്ങളെയാണ് വധിച്ചിരിക്കുന്നത്. 400-ലധികം ജേർണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത്രയും ഈ കുടിലമായിട്ടുള്ള ഒരു ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ഒരു നിലയ്ക്കും ഗസയിൽ പലസ്തീൻ ജനതയ്ക്ക് അതിജീവനം സാധ്യമാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി. അതുകൊണ്ടാണ് ഈ സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പോലും നടക്കരുത്. തങ്ങൾ ആക്രമണം നടത്തുമ്പോൾ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. എല്ലാവരും കൊല്ലപ്പെടണം, പരിക്കേറ്റവരും ചോരവാർന്ന് മരിക്കണമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ സംഭവിക്കുന്നതോ ഒന്നുമല്ല. ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാനോ ഇതിനെ തടയിടാനോ UN പോലുള്ള സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയൊക്കെ നിരവധി വാറണ്ടുകൾ, അറസ്റ്റ് വാറണ്ടുകളും മറ്റും പുറപ്പെടുവിച്ചിട്ടും അതുപോലും തുടർച്ച അതിനൊരു ഫോളോ അപ്പ് നടത്താനോ അത് നടപ്പാക്കാനോ ഉള്ള നീക്കങ്ങൾ പോലും ഉണ്ടാകുന്നില്ല. അതൊക്കെയും അമേരിക്ക നൽകുന്ന ഒരു പരിരക്ഷ, ആ പരിരക്ഷ നയതന്ത്ര തലത്തിലുള്ള ആ പരിരക്ഷ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ നൂറ്റാണ്ടിലെ അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹരിക്കപ്പെടാൻ ഈ അന്തർദേശീയ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് വൻശക്തി രാജ്യങ്ങളും നടത്തുന്ന പ്രതികരണങ്ങൾക്കപ്പുറത്ത് വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും ഒരുമിച്ച് നിന്നുള്ള ശക്തമായിട്ടുള്ള നടപടികളും വേണം. പക്ഷേ അത് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ കിരാതമായിട്ടുള്ള വംശഹത്യ അതിന്റെ ക്രൂരതയും അതിന്റെ വ്യാപ്തിയിലേക്കും തന്നെ നീങ്ങുന്ന ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യങ്ങൾക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.